അങ്ങനെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഹൗസ് ഒരു ബോട്ടിൽ ഫാക്ടറി ആയിരിക്കുകയാണ്. ബോട്ടിൽ ടാസ്ക് വീക്ക്ലി ടാസ്ക് ആയിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആയിരുന്നു. നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അത് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആയിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ നമ്മുടെ മുതലാളിമാരായിരിക്കുന്ന രണ്ടുപേർക്കും ഈ നമ്മുടെ ഏജൻസ് ആയിട്ടുള്ളവർക്കും എല്ലാം നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ടാസ്ക് ആയിരുന്നു. പക്ഷെ ഇവര് ഗെയിം കളിച്ചത് കൂടിപ്പോയിട്ട് ടാസ്ക് കോളമാക്കി, ഫാക്ടറി ടാസ്ക് കോളമാക്കി വെച്ചിരിക്കുകയാണ്. ബി ഹോട്ടൽ ടാസ്കിന്റെ അതേ അവസ്ഥയാണ്. ഫസ്റ്റ് ഡേ തന്നെ ടാസ്ക് കോളമാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്, എങ്ങനെയുണ്ടായിരുന്നു വീക്ക്ലി ടാസ്ക്, നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം ഇത് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്ത വീക്ക്ലി ടാസ്ക് ബോട്ടിൽ ഫാക്ടറി ആയിരുന്നു. അതായത് ഇതൊരു ലെമൺ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ആയിട്ട് മാറുകയാണ്. ഇതില് രണ്ടുപേര് മുതലാളിമാരായിരിക്കും, രണ്ടുപേര് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആയിരിക്കും, ബാക്കിയുള്ളവരെല്ലാം ബോട്ടിൽ ഏജൻസ് ആയിരിക്കും. ബിഗ് ബോസ് കൊടുക്കുന്ന ബോട്ടിൽസ് ഇവർ ഏജൻസ് കളക്ട് ചെയ്ത് അത് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ച് ഡ്രൈ ആക്കി, ആ ബോട്ടിൽ നല്ലതുപോലെ ഡ്രൈ ആക്കിയതിനു ശേഷം ഇവരെ കൊണ്ടുപോയിട്ട് ഏജൻസ് എന്ത് ചെയ്യുക, ഇവര് പോയിട്ട് നമ്മുടെ മുതലാളിമാർക്ക് ഈ ബോട്ടിൽ വിൽക്കുക, ഡീൽ ഉണ്ടാക്കുക. അങ്ങനെ ഡീൽ ഉണ്ടാക്കിയിട്ട് ആ മുതലാളിമാര് കളക്ട് ചെയ്ത ബോട്ടിലിനനുസരിച്ച് എന്തോ ചെയ്യണം, ഈ ജ്യൂസ് ഉണ്ടാക്കി, നമ്മുടെ ലെമൺ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഉണ്ടാക്കിയിട്ട് ഈ ബോട്ടിൽ കളക്ട് ചെയ്യണം. അതായത് ബോട്ടിൽ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് അത് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന് അടുത്ത് ക്വാളിറ്റി ചെക്കിന് വേണ്ടി പോകണം. ഇതിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പല മാനദണ്ഡം, അളവ് നോക്കാം, ബോട്ടിലിന്റെ വൃത്തി നോക്കാം, ജ്യൂസിന്റെ ടേസ്റ്റ് നോക്കാം, അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് വേണം ഇവിടെ പെരുമാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ അപ്രൂവ് ചെയ്ത ബോട്ടിൽസ് എന്ത് ചെയ്യണം, അത് പാസ്ഡ് എന്ന് പറഞ്ഞ ഒരു ബാസ്ക്കറ്റിനകത്ത് ഇടണം. ക്യാൻസൽ ചെയ്ത ബോട്ടിൽസ് ക്യാൻസൽ ബാസ്ക്കറ്റിനകത്ത് ഇടണം. ക്യാൻസൽ ചെയ്ത ബോട്ടിൽസിന്റെ ജ്യൂസ് കളഞ്ഞതിന് ശേഷം ഇവർക്ക് ഏജൻസിന് എന്ത് ചെയ്യാം, ഏജൻസിന് അത് ബിഗ് ബോസ് ഏജൻസ് അല്ല ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന് ബിഗ് ബോസിനെ തിരിച്ചേൽപ്പിക്കാം. അപ്രൂവ് ചെയ്ത ബോട്ടിൽസ് ഇവർക്ക് ഉടമകൾക്ക് തിരിച്ചു കൊടുക്കാം. ഉടമകൾ അത് ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കുക. അപ്പൊ ബിഗ് ബോസ് ഒരു കോയിൻ തരും. ആ കോയിന് ഉടമകളുടെ ഇഷ്ടത്തിന് ഉടമകൾക്ക് കയ്യിലും വെക്കാം. ഒരു ബോട്ടിലിന് ഒരു ഗോൾഡ് കോയിൻ എന്ന നിലയിലാണ്. അത് ഉടമകൾക്കും കയ്യിൽ വെക്കാം. അത് മാത്രമല്ല വേണമെങ്കിൽ ഏജൻസിന് കൊടുക്കാം. അത് ഉടമകളുടെ ഇഷ്ടമാണ്. ഇതിലിപ്പം ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് പോകാൻ പറ്റും. ആരെങ്കിലും ഒരാൾക്ക് നമ്മുടെ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം പോയിന്റ്സ് ആണ് ഇവിടെ പ്രധാനം. പോയിന്റ്സ് മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യണം. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആയിട്ടുള്ളത് നമ്മുടെ അനുമോളും ജിഷിനുമാണ്. അത് ബിഗ് ബോസ് ഡയറക്ട്ലി സെലക്ട് ചെയ്താണ് ഇവരെ. ഇതില് വീട്ടുകാർ ചേർന്ന് മുതലാളിമാരാക്കിയത് അനീഷും നെവിനുമാണ്. ബാക്കിയുള്ളവരെല്ലാം ബോട്ടിൽ ഏജൻസ് ആണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീക്ക്ലി ടാസ്കിന്റെ ഒരു കൺസെപ്റ്റ്. 2 റൗണ്ട് കൊടുത്തു, 2 റൗണ്ട് ഇവർ കുളവാക്കി, ക്യാൻസൽ, റദ്ദാക്കി. അപ്പൊ അതിന് പറയുന്നതിന് മുമ്പ് രാവിലെ അതിന് ടാസ്ക് നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയത് മുതലൊന്ന് പറയാം. എപ്പിസോഡ് തുടങ്ങിയത് വേറൊന്നുമല്ല, നമ്മുടെ പാട്ടിന്റെ മോർണിംഗ് സോങ്ങിന് ശേഷം ബിന്നി ആണെങ്കിൽ എടുത്തുകൊണ്ട് നമ്മുടെ ഒളിപ്പിച്ച പാൽ പാക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അവിടെ ജിസേലിന്റെ ഒരു മൊണാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, എന്റെ കൊച്ചു മുതലാളി എന്നൊക്കെ പറഞ്ഞ് ഷീലാമെ അനുകരിച്ച് അതിന് കൂട്ടായിട്ട് അനുമോളും നെവിനും കൂടെ കൂട്ടായിട്ട് നിന്ന് വാഷ്റൂം ഏരിയ ഇരുന്ന് ജിസേലിനെ കൊണ്ട് അഭിനയിപ്പിക്കുന്നുണ്ട്. എന്നിട്ടാണ് വീക്ക്ലി ടാസ്ക് നമ്മുടെ അനീഷ് ലെറ്റർ പാഡ് വായിക്കുന്നത്. അതിനുശേഷം വീക്ക്ലി ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. വീക്ക്ലി ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ബോട്ടിലിന് വേണ്ടിയിട്ട് ഇവിടെ അടിയുണ്ടായി. അതിന് മുമ്പ് ഇതിൽ പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇതിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ബോട്ടിലിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഫിസിക്കലായിട്ട് അവിടെ മാക്സിമം ഒരു ബോട്ടിൽ കളക്ട് ചെയ്തിട്ട് മാക്സിമം കോയിൻ ഉണ്ടാക്കാൻ നോക്കണ്ടേ. അങ്ങനെ ബോട്ടിലിന് വേണ്ടിയിട്ട് ഇവിടെ അടിയുണ്ടായി. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ബോട്ടിലില് നമ്മുടെ പേരെന്താ, നമ്മുടെ ആര്യൻ ഇവിടെ മനപ്പൂർവ്വം ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ആര്യൻ ഗെയിം അറിയാം. പക്ഷെ ആര്യൻ മണ്ടൻ കളിയാണ് കളിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ആര്യൻ മാക്സിമം ടാസ്ക് അലമ്പാക്കാൻ വേണ്ടി നോക്കുന്നില്ല എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ മാക്സിമം എന്ത് ചെയ്തു, അവര് ബോട്ടിലൊക്കെ കളക്ട് ചെയ്തു. അതിനുശേഷം ബിഗ് ബോസ് ബോട്ടിൽ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ഇവര് ബോട്ടിൽ വാഷ് ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ വാഷ്റൂമിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ബോട്ടിലൊക്കെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി നോക്കുന്നു. എന്നിട്ട് ക്വാളിറ്റി ചെക്കിനായിട്ട് നമ്മുടെ മുതലാളിമാരുടെ അടുത്തേക്ക് പോകുന്നു.
ഇതില് ഇവർക്ക് ഇഷ്ടമുള്ള ബോട്ടിൽസ് അക്സെപ്റ്റ് ചെയ്യാം, ഇഷ്ടമുള്ളത് റിജക്ട് ചെയ്യാം. അപ്പം ഇവരെങ്ങനെ നോക്കി നോക്കി ഓരോന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ചളുങ്ങിയ ബോട്ടിലൊന്നും എടുക്കൂല, ഡ്രൈ ആവാത്ത ബോട്ടിലൊന്നും എടുക്കൂല, ഹൈജീൻ നോക്കും, വൃത്തിയായിട്ട് കഴുകി എല്ലാം നോക്കിയിട്ടാണ് ഇവർ എടുക്കുന്നത്. പക്ഷേ ഇതിൽ അനീഷും നെവിനാണെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് നെവിൻ ഒരു താല്പര്യം ഇല്ലാതെയാണ് നെവിൻ ഇവിടെ ഗെയിം കളിച്ചത്. നെവിന് ഒരു താല്പര്യം ഇല്ലാതെയാണ് നെവിൻ കളിച്ചത്. പക്ഷെ നെവിൻ ഇടയ്ക്ക് ഫണ്ണി ഫാക്ടർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ നെവിന് ഒരു താല്പര്യം ഇല്ലാതെ നെവിൻ ഗെയിം കളിച്ചത്. ഇവിടെ നമ്മുടെ അനീഷ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് നോക്കി ഡീലൊക്കെ ഉറപ്പിച്ച്, പോയിന്റ്സിന് ഡീലൊക്കെ ഉറപ്പിച്ച് മാക്സിമം നന്നായിട്ട് ഒരു മുതലാളിയായിട്ട് തന്നെ അനീഷ് അവിടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവര് ബോട്ടിൽ മാക്സിമം കളക്ട് ചെയ്തു, നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ജ്യൂസ് ഉണ്ടാക്കേണ്ടത് ഇവരാണ്. ബിഗ് ബോസ് ജ്യൂസ് കൊടുക്കില്ല, ജ്യൂസ് ഉണ്ടാക്കേണ്ട സാമഗ്രികൾ കൊടുക്കും, ജ്യൂസ് ഉണ്ടാക്കേണ്ടത് ഇവരാണ്. അങ്ങനെ ഇവര് ജ്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഡ്രിങ്ക്സ് വെള്ളം ഇല്ലേ, അതാണ് സംഭവം. അങ്ങനെ ഇവര് നമ്മൾ ഈ 10 രൂപ കുപ്പിക്ക് അത് വാങ്ങിക്കുന്ന ഡ്രിങ്ക്സ് വെള്ളമൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കവറിനകത്ത് 10 രൂപയ്ക്ക് ഡ്രിങ്ക്സ് ഇങ്ങനെ കലക്കി, അതേ സെയിം ഡ്രിങ്ക്സ് വെള്ളം. അപ്പം അത് ഇവര് പാക്ക് ചെയ്ത് കറക്റ്റ് അളവ് ഇതൊക്കെ നോക്കി പാക്ക് ചെയ്ത് മാക്സിമം ടൈറ്റ് ക്വാളിറ്റിയോടെ പാക്ക് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന്റെ അടുത്തേക്ക് പോവാണ്. ഈ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് മെയിൻലി സ്ട്രിക്റ്റ് ആയിരിക്കണം. പക്ഷെ ഇവിടെ ജിഷിനാണെങ്കിൽ നന്നായിട്ട്, അത് ഉറപ്പാണ്, ജിഷിൻ നന്നായിട്ട് ഫേവറബിൾ ആയിട്ടാണ് ജിഷിൻ ഇവിടെ ഗെയിം കളിച്ചത്. ജിഷിൻ ഇവിടെ ഫേവറബിൾ ആയിട്ട് തന്നെയാണ് ഗെയിം കളിച്ചത്. ഹ്യൂമാനിറ്റി വെച്ചാണ് ജിഷിൻ ഇവിടെ ഗെയിം കളിച്ചത്. പക്ഷെ അനിമോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അനിമോൾ സ്ട്രിക്റ്റ് ആയിട്ട്, പക്ഷെ അനിമോൾക്ക് കൊടുക്കണം എന്നുണ്ട്, പക്ഷെ കൊടുക്കാനും ഒരു ക്വാളിറ്റി അനുസരിച്ച് കൊടുക്കാതിരിക്കാനും പറ്റും. അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു. പക്ഷെ അനിമോൾ നന്നായിട്ട് ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്ന നിലയിൽ നന്നായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു മുൻഷുണ്ടി പിടിച്ച ഒരാളുമായിട്ട് അനിമോൾ നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തു. പറയാതിരിക്കാൻ പറ്റില്ല, അനിമോൾ നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തു. പക്ഷെ ഇവിടെ അല്ല പ്രശ്നം. ഇവിടെ അനിമോളുടെ അഭിപ്രായമല്ല ജിഷിനുള്ളത്, ജിഷിന്റെ അഭിപ്രായമാണ് അനിമോൾക്കുള്ളത്. രണ്ടുപേരും 2 ക്യാരക്ടർ പിടിച്ചിരിക്കുന്നവരല്ലേ, ഫേവറുള്ള 2 ക്യാരക്ടർ പിടിച്ചിരിക്കുന്നവരല്ലേ. ഇതിൽ അനിമോൾക്ക് ക്യാപ്റ്റൻസി കിട്ടണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല, ജിഷിന് ക്യാപ്റ്റൻസി കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം സേഫ് ആവാലോ, ഒരു വീക്കും കൂടെ സേഫ് ആവാലോ, അങ്ങനെ ആ ആഗ്രഹമുണ്ട്. അപ്പൊ നന്നായിട്ട് ഫസ്റ്റ് തന്നെ നോക്കുന്നുണ്ട്. ഈ അനിമോൾ ആണെങ്കിൽ ഫസ്റ്റ് നെവിനോ അനീഷ് എന്താണ് വന്നത്, അനീഷ് ഇവിടെ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ തൊഴിലാണ്, തൊഴിലാളിക്ക് പൈസ കൊടുക്കണം, അതാണ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ജിഷിനിടയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങൾ ഇത് കാണുന്നില്ല, ഞങ്ങൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന കാണുന്നില്ല, ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ ശരിയാണ്, ജ്യൂസ് ഉണ്ടാക്കി ഇവരെ കാണുന്നില്ല, അത് ജ്യൂസ് ഉണ്ടാക്കുന്ന ഇവർ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നിടത്ത് ഈ ക്വാളിറ്റി ചെക്ക്, ജ്യൂസ് ഉണ്ടാക്കുന്നിടത്തല്ല ക്വാളിറ്റി ചെക്ക് എടുക്കുന്നത്. അപ്പൊ ക്വാളിറ്റി ചെക്ക് നടത്തുന്നിടത്ത് ഈ ഏജൻസിന് എന്താണ് കാര്യം? സാധാരണ ക്വാളിറ്റി ചെക്ക് നടത്തുന്നവർക്ക്, ബോട്ടിൽ ഏജൻസിന് എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാക്കാം. കാരണം ക്വാളിറ്റി ചെക്ക് നടത്തുന്നവർക്ക് ഉടമകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഈ ഏജൻസ് ഇവിടെ കയറി വന്നിട്ടുണ്ട്, അതിനെ പറ്റി പറയാം. അങ്ങനെ അനിമോൾ ഇതൊക്കെ നോക്കി പിതുക്കിയൊക്കെ നോക്കുമ്പോൾ ബോട്ടിൽ ചോരുന്നുണ്ട്, അതൊക്കെ റിജക്ട് ചെയ്യുന്നുണ്ട്, ചളങ്ങിയത് റിജക്ട് ചെയ്യുന്നുണ്ട്, നീറ്റില്ലാത്ത റിജക്ട് ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് ഇല്ലാത്ത എല്ലാ, സത്യം പറഞ്ഞാൽ അനിമോൾ എല്ലാം റിജക്ട് ചെയ്ത് വിട്ടു. എല്ലാ ബോട്ടിൽസ് അനിമോൾ റിജക്ട് ചെയ്ത് വിട്ടു. പക്ഷെ ജിഷിന് എന്താണൊക്കെ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നൊക്കെ ജിഷിന് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അനിമോൾ ഒരു എന്താ, ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തെങ്കിൽ അനിമോൾ എന്തോ ഒരു പ്ലാനോട് കൂടിയാണ് ഗെയിം കളിച്ചത് എന്ന് എനിക്ക് തോന്നുന്നത്. ജയിലിലേക്ക് പോകാനുള്ള പ്ലാൻ തന്നെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല ഇവിടെ ആദിലയും നൂറയുടെയും ഒരു അഭിലാഷിന്റെ ഒക്കെ എന്തോ സംസാരം ഇവര് അവരുടെ ഒരു ഗ്രൂപ്പിൽ പെട്ട ഗെയിം കളിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് ഇവര് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നോക്കാം എങ്ങനെയാണ് അനിമോളുടെ ഗെയിം പോകുന്നതെന്ന്. പക്ഷെ അനിമോളുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു, പറയാതിരിക്കാൻ പറ്റൂല. എന്താണ് അനീഷിന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്നത്തെ ടാസ്ക് അനീഷ് തൂക്കി. ശരിക്കും പറഞ്ഞാൽ അനീഷാണ് നിറഞ്ഞു നിന്നത്. അനീഷ് അവിടെ മാക്സിമം നന്നായിട്ട് ടാസ്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അനീഷ് വയലന്റ് ആയിപ്പോയി, അതായത് ട്രിഗർ ആയിപ്പോയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതിൽ അനീഷിന്റെ കാര്യം പറയാനാണെങ്കിൽ അനീഷ് ഇവിടെ ചെയ്ത തെറ്റാണ്, ബിഗ് ബോസിനെ പ്രോപ്പർട്ടി നശിപ്പിച്ചു. അതായത് അനിമോൾ എല്ലാം റിജക്ട് ചെയ്തു. പക്ഷെ ജിഷിനാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. അനിമോൾ റിജക്ട് ചെയ്ത് അനിമോൾ ഒരു നെല്ലിട മാറുന്നില്ല, ഞാൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്യില്ല, റിജക്ട് ചെയ്യില്ല എന്ന് അനിമോൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊന്നും ജിഷിൻ വകവയ്ക്കുന്നില്ല. ജിഷിനെ അപ്രൂവ് ചെയ്യണം, ഇത്ര ബോട്ടിൽ അപ്രൂവ് ചെയ്യണം. പക്ഷെ ഒബ്വിയസ്ലി കൂടുതലും വരുന്ന നെവിന്റെ അല്ല, അനീഷിന്റെ അപ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. അനീഷിന്റെ അപ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അനീഷാണ് ഇവിടെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തത്. നെവിൻ വേണോ വേണ്ടെന്ന് പറഞ്ഞ രീതിക്കാണ് നെവിൻ ഇവിടെ ചെയ്തത്. അങ്ങനെ അപ്രൂവ് ചെയ്യുന്നില്ല, അനിമോൾ അപ്രൂവ് ചെയ്യുന്നില്ല. അങ്ങനെ അതിന്റെ ഒരു കേസിൽ അനീഷിന് അവിടെ ട്രിഗർ ആവുന്നില്ല. അനീഷ് എന്ത് ചെയ്തു, ബോട്ടിലെല്ലാം പൊട്ടിക്കുകയാണ്, എല്ലാ ബോട്ടിലും പൊട്ടിച്ചു കളയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഈ ഏജൻസ് വന്നിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബോട്ടിൽ കട്ടെടുത്തിട്ട് ഒഴിച്ച് വെള്ളം കളയുക, ബോട്ടിൽ കട്ടുകൊണ്ട് പോകുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്.
അതും ഈ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന് അടുത്ത് പോയിട്ടാണ് ഏജൻസി ചെയ്യുന്നതെന്ന് പറയാം. കാരണം ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന് അടുത്ത് ഏജൻസിന് ഒരു ഇതുമില്ല. ഏജൻസ് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവിടെയാണ് ഈ ടാസ്ക് അലമ്പാവുന്നത്. കാരണം ഏജൻസിന് ഇവിടെ ഇടപെടാൻ പാടില്ല. ഏജൻസിന് വേണമെങ്കിൽ അവിടെ ഇരുന്ന് അഭിപ്രായം പറയുന്നത് തെറ്റില്ല. പക്ഷെ ഏജൻസി ഇടിച്ചു കയറി വന്ന് ഈ പ്രത്യേകിച്ച് അക്ബർ നൂറ ആദില ഇവരൊക്കെ വന്ന് ഇടിച്ചു കയറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. പക്ഷെ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഏജൻസ് പുറത്ത് നിൽക്കണം, ക്വാളിറ്റി ഇൻസ്പെക്ടറിന്റെ ഓഫീസിൽ പുറത്ത് നിൽക്കണം. അവർക്ക് പുറത്തിരുന്ന് അഭിപ്രായം പറയാൻ തെറ്റില്ല, പക്ഷെ ഇവർ ഇടിച്ചു കയറി വരുന്നതിന്റെ കാര്യമില്ല. അപ്പൊ ഇതിനിടയ്ക്കാണ് ഈ അനീഷ് പെട്ടെന്ന് ട്രിഗർ ആയിട്ട് പ്രോപ്പർട്ടി എല്ലാം നശിപ്പിച്ച് കളയാണ്. അപ്പം ക്വാളിറ്റി ഇൻസ്പെക്ടറിന്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. ഇതിനൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, മര്യാദ ടാസ്ക് കളിക്കുന്ന പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിനും വയ്യ വേറെ കാര്യം. അങ്ങനെ എല്ലാവരും ലിവിങ് ഏരിയ പോവാണ്. ഇൻസ്പെക്ഷനെല്ലാം കഴിഞ്ഞ്. അപ്പൊ അനിമോൾ ഒട്ടും അനിമോൾക്കും ജിഷിനും രണ്ട് അഭിപ്രായമാണ്. കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ, ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അനിമോളും, കുറച്ച് ഇന്ന് ഇത്ര ബോട്ടിൽ അക്സെപ്റ്റ് ചെയ്യാന്ന് ജിഷിനും പറയുന്നുണ്ട്. പക്ഷെ അനിമോൾ ഒട്ടും സഹകരിക്കുന്നില്ല. അനിമോൾ ന്യായം പറയുന്നുണ്ട്. പക്ഷെ അനിമോൾ അവിടെ ടാസ്ക് കളിച്ചിട്ട് ന്യായമുണ്ട്. കാരണം ചോരുകയാണ്. ബോട്ടിലിന്റെ ക്വാളിറ്റി നോക്കണം, ജ്യൂസിന്റെ ക്വാളിറ്റി നോക്കണം, പാക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ ഒരു ക്വാളിറ്റി ഇത് മാത്രമല്ല, ഇതിന്റെ ഇടയ്ക്ക് അനീഷ് പറയുന്നുണ്ട്, അയ്യോ ഇതിന് ലോൺ അടയ്ക്കണം, സംരംഭം തുടങ്ങാൻ ലോൺ അടയ്ക്കണം. പക്ഷെ അനീഷിന്റെ എക്സ്ക്യൂസസ് നമ്മുടെ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് കേൾക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് ജിഷിൻ ഹ്യൂമാനിറ്റി ജിഷിൻ ഇപ്പൊ ഹ്യൂമാനിറ്റി കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവർ രണ്ടുപേരും ഒതുങ്ങുന്നില്ല. ടാസ്ക് ഇവര് ജിഷിൻ അക്സെപ്റ്റ് ചെയ്ത ബോട്ടിലും കാണാനില്ല. എല്ലാം അനീഷ് തന്നെ ഇറങ്ങി പിടിച്ച് കളഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ടാസ്ക് റദ്ദായി. ഇതിനിടയ്ക്ക് ആരും ഭയങ്കര അലമ്പായിരുന്നു. ആര്യനും അലമ്പായിരുന്നു, ജിസയിലും അലമ്പായിരുന്നു. നല്ല അലമ്പായിരുന്നു. ഒനീൽ ഇതിന്റെ ഇടയ്ക്ക് കയറി ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ട്, ബോട്ടിലൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ, കട്ടെടുക്കാൻ നോക്കുന്നുണ്ട്. അനൂറെ ആദിലയും നോക്കുന്നുണ്ട്. എല്ലാവരും സത്യം പറഞ്ഞ അലമ്പായിരുന്നടേ, പറയാതിരിക്കാൻ പറ്റൂല. ഫസ്റ്റ് ടാസ്ക് കൊളവാക്കി, ടാസ്ക് ക്യാൻസൽ റദ്ദാക്കി. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഇവര് അങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പം സെക്കൻഡ് റൗണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. സെക്കൻഡ് റൗണ്ട് സെയിം ഒരു മാറ്റവും ഇല്ല, ഇതുപോലെ ചെയ്യാണ്. പക്ഷെ ഇവിടെ അനിമോൾ എന്ത് ചെയ്തു, നോക്കാം കൊണ്ടുവരുന്നത് നല്ലത് നോക്കി അക്സെപ്റ്റ് ചെയ്യുന്നുള്ള മൈൻഡ് അനിമോൾ നിൽക്കുകയാണ്. ജിഷിനാണെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇത് ബോട്ടിലാണെങ്കിൽ ഈ ടാസ്ക് തുടങ്ങിയത് ആര്യൻ ഓടി വന്ന് ബോട്ടിൽ ഫുൾ അങ്ങ് എടുക്കുകയാണ്. അതായത് ചാക്കോടെ എടുക്കുകയാണ്. അപ്പൊ ബിഗ് ബോസ് അനൗൺസിന്റെ ചാക്കല്ല എടുക്കുന്ന ബോട്ടിലാണെന്ന്. അപ്പൊ ബോട്ടിലോടെ വയ്ക്കുമ്പോൾ കിട്ടുമ്പോൾ എല്ലാം മാക്സിമം ചപ്പിയാണ് ഇവർ എടുക്കുന്നത്. എന്നിട്ട് ബോട്ടിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഇവർ ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ട്, സെയിൽ ചെയ്യുമ്പോൾ മാക്സിമം കുറച്ച് ബോട്ടിൽസ് ഇവർ എടുക്കുന്നുണ്ട്. നിവിൻ ഒരു ബോട്ടിലോ അനീഷ് 3 ബോട്ടിലോ എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവര് ജ്യൂസ് കലക്കാൻ തുടങ്ങി. അതിനുശേഷം നേരെ കോളേജ് ചെക്കിന് പോവാണ്. കോളേജ് ചെക്കിന് പോകുമ്പോൾ മാക്സിമം നന്നായിട്ട് മാന്യമായിട്ട് നോക്കുന്നുണ്ട്. ചോർന്നിട്ടൊന്നുമില്ല, ചോർച്ചയുള്ളതൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ അനീഷിന്റെ ഒന്ന് മാത്രം അനിമോൾ അക്സെപ്റ്റ് ചെയ്യാണ്. പക്ഷെ ജിഷിൻ പറയുന്നത് ചപ്പിയതാണെങ്കിൽ എല്ലാം എടുക്കണമല്ലോ പറഞ്ഞ് ജിഷിൻ അവിടെ നെവിന്റെയും അനീഷിന്റെ എല്ലാ ബോട്ടിലും എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ജയിക്കുന്നത് അനീഷായിരുന്നു. പക്ഷെ അനീഷ് എന്ത് ചെയ്തു, അനീഷ് താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആദില വന്ന് അനീഷിനെ അപ്രൂവ് ചെയ്ത ബോട്ടിൽ എടുത്ത് കുടിച്ച് നൂറയുടെ അനീഷ് കിടന്ന് എന്തോ അനീഷാണ് നൂറയുടെ ചെവി അങ്ങ് അടിച്ച് പൊട്ടിച്ചു. കാരണം പറഞ്ഞു പൊട്ടിച്ചു, ശബ്ദം എടുത്തടിച്ച് പൊട്ടിച്ചു, അങ്ങനെ വേണം പറയാൻ. അങ്ങനെ നൂറയുടെ ചെവി അടിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ശബ്ദം ഉണ്ടാക്കി. അനിമോൾ നിഷിനും തമ്മിൽ പിന്നെ വഴക്കായി. അങ്ങനെ അനിമോൾ ഇറങ്ങി പോകുമ്പോൾ പോയിട്ട് അനിമോളെ കാലൊക്കെ പിടിക്കുന്നുണ്ട്. പ്ലീസ് മാഡം, പ്ലീസ് അപ്രൂവ് ചെയ്യണം, ഇത് എന്റെ ജീവിത പ്രശ്നമാണ്, അപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ പുറകെ പോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നെവിൻ ആണെങ്കിൽ ടാസ്ക് ചെയ്ത് ഇതിന്റെ ഇടയ്ക്ക് ബോട്ടില് ഒനീൽ വന്ന് ചളുക്കിയപ്പം ഈ നെവിൻ ആണെങ്കിൽ ഇനി ടാസ്ക് ചെയ്യൂലെന്ന് പറഞ്ഞ് നെവിൻ ഇറന്നിട്ട് പോകുന്നൊക്കെയുണ്ട്. എന്നിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ട് നെവിൻ ടാസ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഈ ടാസ്കും അങ്ങനെ വഴക്കും അടിയും കാരണം അങ്ങനെ പോയി. അങ്ങനെ അനിമോൾക്കും ജിഷിൻ രണ്ടഭിപ്രായം വന്ന് അനിമോൾ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് ജിഷിൻ അനിമോളുടെ അഭിപ്രായം അക്സെപ്റ്റ് ചെയ്യില്ല, രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ബിഗ് ബോസ് ചെയ്യുന്നു. അപ്പൊ രണ്ടുപേർക്ക് അഭിപ്രായമില്ലെന്ന് പറയുമ്പോൾ ആ ടാസ്കും ക്യാൻസൽ ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ അനിമോൾ ഒന്നും അക്സെപ്റ്റ് ചെയ്തു പോട്ടെ, അവര് കോയിൻ കിട്ടുമല്ലോ. പക്ഷേ എന്താണ്, ഇവര് തമ്മിൽ ഒരു യൂണിറ്റ് വേണമായിരുന്നു. ഇവര് തമ്മിൽ പ്ലാൻഡ് ആയിട്ട് ഒന്ന് ഗെയിം കളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ഇവിടെ ജിഷിൻ ഇപ്പൊ അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ജിഷിൻ.
അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു കിച്ചണിലെ കോൺഫ്ലിക്റ്റ് കാരണം അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആണ് ജിഷിൻ ഇപ്പൊ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിൽ രണ്ടുപേരും യോജിക്കുന്നില്ല. അങ്ങനെ അവിടെ വഴക്കുണ്ടാവുകയാണ്, നന്നായിട്ട് വഴക്കുണ്ടാവുകയാണ്. അങ്ങനെ ഇവർക്ക് കോയിൻസ് ഒന്നും കിട്ടുന്നില്ല. 2 ടാസ്കും റദ്ദായി പോയി, കോയിൻസ് ഇല്ല. എനിവേ അങ്ങനെ ആ വീക്ക്ലി ടാസ്കും കഴിഞ്ഞു. ഈ ഒരു പ്രധാന സംഭവം വേറെ ഉണ്ടാവുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ കിച്ചണില് ഇവിടെ അവര് പണിയെടുക്കുകയാണ്. അപ്പൊ കിച്ചണിൽ ഫുഡ് ആയിട്ടില്ല. അപ്പൊ ജിസയിൽ വിശന്നിട്ട് വന്ന് ഫുഡ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫുഡ് ചോദിക്കാൻ ഞാൻ വെജിറ്റേറിയൻ, എനിക്ക് ഫുഡ് തരും. അപ്പൊ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നീ ചോറ് കഴിച്ചില്ല. അപ്പൊ ചോറ് നെവിൻ കഴിച്ചു, നെവിൻ കള്ളഞ്ഞല്ല, നെവിൻ എന്റെ കട്ട് കഴിച്ചു എന്ന് പറയാണ്. ഇവിടെ നെവിനെ ജിസയിൽ മനഃപൂർവ്വം കള്ളനാക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അത് നല്ലതല്ല, കാരണം ജിസയിൽ അവിടെ കട്ട് ആഹാരം എടുത്ത് കഴിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നിട്ട് നെവിൻ എന്ത് ചെയ്തു, നെവിനല്ല ജിഷിൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ബിന്നി ഇതിനിടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യാണ്. അനുമോട് സംസാരിക്കാനുള്ള ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിന്നി ഇതിനിടയ്ക്ക് സംസാരിക്കുകയാണ്. ഇത് ഫുഡ് എല്ലാവർക്കും ഒരുപോലെ തരാൻ പറ്റും, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അങ്ങനെ വേർതിരിച്ച് തരാൻ പറ്റില്ല, എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് വരും, വെജ് ആയാലും നോൺ വെജ് ആയാലും. അപ്പം ബിന്നിനെ അപ്പൊ അവർ തമ്മിലൊരു വഴക്കുണ്ടാവുകയാണ്, ജിസയിലും ബിന്നിയും തമ്മിൽ. ബിന്നിയെ ജിസയില് ചീത്ത വിളിക്കുകയാണ്, ഇംഗ്ലീഷിൽ എന്തോ മോശമായിട്ടൊരു വാക്ക് ബിന്നിയെ വിളിക്കുകയാണ്. അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവുന്നത്. ലക്ഷ്മിയുടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ലക്ഷ്മിയോട് ജിസയിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്, നീ LGBTQ എതിര് പറഞ്ഞല്ലേ, നീ അതിന് കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. ജിസയിൽ തിരിച്ച് ലക്ഷ്മിനെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് അവിടെ ഉണ്ടാവുകയാണ്. എന്നിട്ട് ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ജിസയിലാണെങ്കിൽ ഈ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ട് തലങ്ങാണിയുടെ അകത്ത് വെച്ചിട്ട് തലങ്ങാണിയുടെ പന്നിയെല്ലാം പുറത്തു വന്ന് എന്നിട്ട് എന്തോ കട്ട് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് അനുമോളും ന്യൂറയും ആദിലും തമ്മിലൊരു ചർച്ചയാണ് ടാസ്കിൽ. അപ്പൊ നെവിനെ പറ്റിയാണ്, നെവിനാണെങ്കിൽ ടാസ്ക് ചെയ്യണമെന്നൊന്നുമില്ല, നെവിൻ ടാസ്ക് ചെയ്യിച്ചാൽ ഇവരത്, അതായത് അക്ബറിന് കോയിൻ കിട്ടും, അക്ബർ ടാസ്ക് മാക്സിമം കൊളവാക്കാനാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ ആദിലെ ന്യൂറയും ഗെയിം കളിക്കുകയാണ്, അനുമോളെ വെച്ച് ഗെയിം കളിക്കുകയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അനുമോളിന് എങ്ങനെയും ടാസ്ക് കറക്റ്റ് ബിഗ് ബോസ് പറഞ്ഞെങ്കിൽ ടാസ്ക് ചെയ്യണമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം. അനുമോൾക്ക് അങ്ങനെ ചെയ്യണം. പക്ഷെ ഇവിടെ ആദിലെ ന്യൂറയും അനുമോളെ വെച്ച് ഗെയിം കളിക്കുകയാണ്. നന്നായിട്ട് അനുമോളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത്. നോക്കാം ഇനി നാളെ, അവിടെയാണ് എപ്പിസോഡ് എന്ത് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇനി നാളെ എന്താണ് ടാസ്കിൽ നടക്കാൻ പോകുന്നത്, നാളത്തെ ടാസ്ക് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇനി നാളെ എന്തെങ്കിലും ഒരു കോയിൻ കിട്ടുമോ നോക്കാം, അതോ നാളെ എന്തെങ്കിലും ചേഞ്ച് ബിഗ് ബോസ് വരുത്തുമോ നോക്കാം, ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിനെ മാറ്റുമോ, ഇവരെ മുതലാളിമാരെ മാറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. സോ നല്ലത് വീക്ക്ലി ടാസ്ക് ആയിരുന്നു, ഒരു ബിഗ് ബോസ് ലെവൽ വീക്ക്ലി ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ടാസ്ക് കുളമായി പോയി. എനിവേ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് വരാം. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു ഷോർട്സും ഞാൻ വീഡിയോയും വ്ളോഗും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ നവരാത്രി ഘോഷയാത്രയാണ്. അപ്പൊ അതും എല്ലാവരും ഒന്ന് കാണണം, മാക്സിമം ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. സോ താങ്ക് യു ഓൾ.